ഈ വീഡിയോ കഴിയുമ്പോൾ ഞാനും വയറിലാവും അത് എയറിലാവും എന്നുള്ളത് കണ്ടിരുന്നു കാണണം. ചക്കക്കുരു ഉഴുന്ന് വടയാണ് കേട്ടോ സംഭവം. ഇത് നമ്മുടെ ഒന്നെല്ലാം കൂടെ ഇതേ നോക്കിയാൽ നല്ല ടൊമാറ്റോ. ഹായ് ഹലോ, സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 24 hours ചക്കക്കുരു ഈറ്റിംഗ് ചലഞ്ചാണ് കേട്ടോ. ചക്കക്കുരു എന്ന് പറയുമ്പോൾ ചക്കക്കുരു കൊണ്ടുള്ള എല്ലാ സംഭവങ്ങളും, അതായത് ഇപ്പോൾ രാവിലത്തേക്ക് ഉച്ചത്തേക്ക് ഇതിനെല്ലാം കൂടെ നമ്മൾ ഡിന്നറും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ചക്കക്കുരു കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളായിരിക്കും ഇന്നത്തെ ദിവസം 24 hours ഞാൻ കഴിക്കാനായിട്ട് പോകുന്നുണ്ടാവുക കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ധന്യ എന്നാണ്. എന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കൂടെ കൂട്ടിക്കോണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ആദ്യം തന്നെ ചക്കക്കുരു കുക്കറിലിട്ട് വേവിച്ച് ഒരു 2 വിസിൽ അടുപ്പിച്ചിട്ട് നല്ലപോലെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നിങ്ങൾ കാണുന്നുണ്ട്, ഇത് നോക്കിക്കോട്ടാ, നല്ല ഇങ്ങനെ വച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഇങ്ങനെ പോകണ്ടോ. നമ്മുടെ ടൊമാറ്റോ ചട്നി ഉണ്ട്. പിന്നെ ഇതെന്താന്ന് നിങ്ങൾക്കറിയോ? ഇത് കണ്ടോ, ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മളെ കുരുമുളകില്ലേ, കുരുമുളക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ചതച്ചിട്ടെടുക്കണം. ഈ ചതച്ചതിൻ്റെ കൂടെ ഇതാ നോക്കിക്കോ, നമ്മുടെ താരം, നമ്മളെ ചക്കുരുവിനെ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തു. നല്ല കോമ്പിനേഷൻ ആണേ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ചട്നി ഉണ്ടല്ലോ, തക്കാളി ചട്നിയാണേ. തക്കാളി ചട്നി എന്ന് പറയുമ്പോൾ അതിലോട്ട് ഞാൻ ചെറിയ ഉള്ളി, തക്കാളി, വെളിച്ചെണ്ണ അത്രയും മാത്രമേ ചെയ്തിട്ടുള്ളേ. അത് വെച്ച് നോക്കാമേ. ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ? നമ്മളെ കുരുമുളകിനെക്കാളും ടേസ്റ്റ് ആട്ടോ. നല്ല കോമ്പിനേഷൻ വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷെ സൂപ്പർ ടേസ്റ്റ് തക്കാളി ചട്നി കൂടെ കഴിക്കാനുണ്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ചക്കക്കുരുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത്. അപ്പോൾ അടുത്തൊക്കെ നമുക്ക് നോക്കാവേ. ഈ വീഡിയോ കഴിയുമ്പോൾ ഞാനും വയറിലാവും അത് എയറിലാവും എന്നുള്ളത് കണ്ടിരുന്നു കാണണം. അപ്പം ഞാൻ ചിലടാ പിന്നെ ഇതിന്റെ തൊലിയില്, അതായത് ചില ആൾക്കാർ ഈ ഒരു സ്കിൻ നമ്മൾ തൊലി എടുത്ത് കളയും. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. നമ്മുടെ എല്ലാം, അതായത് നമ്മുടെ പ്രോട്ടീനും ഫൈബറും എല്ലാം ഈ തൊലിയിലാണ് ഇരിക്കുന്നത്. ഇത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഗുണമെന്ന് പറഞ്ഞ സാധനം പിന്നെ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ അത് നോക്കിയാൽ ഒന്നിനെയും ഞാൻ എടുത്തിട്ടില്ല, തൊലി എടുക്കണ്ട. കാരണം ഇതാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. നമ്മളെപ്പോഴും ശരിക്കും ഇതൊരു ഹെൽത്തി ഫുഡ് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഒരു ഹെൽത്തി ഫുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതെല്ലാം അങ്ങനെ നമ്മൾ പോവാം. നമുക്ക് ഒരു അസുഖങ്ങളും വരില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഗുണം മാത്രം നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത് നമുക്ക് 11:30 ആകുമ്പോൾ വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു 11:30 മണിയായപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അതായത് ചക്കക്കുരു, പഞ്ചസാരയും പിന്നെ നമ്മുടെ ബൂസ്റ്റും പാലും, നല്ല കട്ടിപ്പാലും കൂടെ ഇട്ട് നല്ല ഐസ്ക്രീം പോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്കിങ്ങനെ ലൂസായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്താ വീട്ടിലെ ജോലികളൊക്കെ ഏതാണ്ടൊക്കെ ആക്കിയിട്ട് നല്ല ക്ഷീണം തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇടയ്ക്കൊരു കുടിക്കലില്ല. എന്നാലും നമ്മൾ 24 ചലഞ്ച് ആണല്ലോ. 24 ചക്കക്കുരു ചലഞ്ച് ആകുമ്പോൾ ചക്കക്കുരുവിൻ്റെ പ്രധാനപ്പെട്ട സാധനം ഒരു സമയത്ത് നല്ല മാതിരി, അതായത് നല്ല പോലെ ഓടിക്കൊണ്ടിരുന്ന സംഭവമായിരുന്നു ചക്കക്കുരു ഷേക്ക് കേട്ടോ. അപ്പോൾ അതാണ്. പക്ഷേ എനിക്ക് ചക്കക്കുരു ഷേക്ക് ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നതല്ല. എനിക്ക് എപ്പോഴും ഷേക്ക് നല്ല കൺസിസ്റ്റൻസിയിലാണ്. അതായത് നമുക്ക് ഐസ്ക്രീം മാതിരി ഇങ്ങനെ ഇരിക്കണം. ഐസ്ക്രീം ഇല്ലേ, അതുമാതിരി ഇങ്ങനെ ഇരിക്കണം. അതാണ് കേട്ടോ എൻ്റെ ഇഷ്ടം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്ന സാധനമാണ്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഈ ഒരു ചലഞ്ച് വേണ്ടി വന്നു എനിക്കിത് ഉണ്ടാക്കാനായിട്ട്. എന്താ പറയാ, സൂപ്പർ സാധനം കേട്ടോ. ഇതൊരെണ്ണം കഴിച്ചാൽ കഴിഞ്ഞാൽ ഉച്ചത്തേക്കുള്ള മീലായി. നിങ്ങൾ പേടിക്കണ്ട. ചക്കക്കുരുവിൻ്റെ നല്ല അടിപൊളി ചക്കക്കുരു ചോറ്, അതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ. ഉച്ചത്തേക്കുള്ള ആഹാരം നമ്മളെ ലഞ്ച് എന്ന് പറഞ്ഞാൽ ചക്കക്കുരു ചോറാണ്. അപ്പോൾ അതുമായിട്ടാണ് ഇനി അടുത്ത് നമ്മൾ വരുന്നത്. അതുവരെ വയ്ക്കാം. ഇനി മക്കളെയൊക്കെ പോയി വിളിച്ചതിന് ശേഷമാണ് അടുത്ത പരിപാടിയിൽ വരുന്നവരെ. അപ്പോൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത് നമുക്ക് ലഞ്ച് വന്നവരെ നോക്കാം കേട്ടോ.
ഇനി നമ്മൾ ഉച്ചത്തേക്കുള്ള പരിപാടിയാണ്. നല്ല അടിപൊളി ചക്കക്കുരു ചോറാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഫുള്ളായിട്ട് ഇതിൽ കാണിക്കുന്നുമില്ല. ചെറിയ രീതിക്ക് ചട്ടി വെച്ച് ചട്ടിയിലോട്ട് നമ്മുടെ എന്താ പറയുക കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ചെറുതായിട്ട് ഉപയോഗിക്കും നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയെല്ലാം കൂടെ ഇട്ട് വഴറ്റി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിനെ എടുത്തിട്ടിട്ട് നമ്മുടെ ചോറ് വേവിച്ച് വെച്ചതും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ചോറ് നമ്മുടെ തേങ്ങാപ്പീരയും കൂടെ ഇട്ട്, തേങ്ങാപ്പീര എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സ്ഥലം നമ്മുടെ തേങ്ങ എന്നൊക്കെ ആയിട്ടോ പറയുന്നത്, സംഭവം എല്ലാം കൂടെ ഇട്ടിട്ട് നല്ല അടിപൊളി നമ്മുടെ നമ്മുടെ ചക്കക്കുരു എന്താ പറയുക ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കുറച്ച് കുരുമുളകും കുറച്ച് ഗരം മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കണേ. ഇന്നത്തേക്ക് നമ്മൾ എടുത്തേക്കുന്നത് ചക്കക്കുരു ഇല്ലാതെ ചോറാണ്. ചക്കക്കുരു ചോറ്, ഈ കാന്താരി മുളക്, പുൽത്താണേ, നല്ല നാരങ്ങ അച്ചാറാണ് കേട്ടോ. ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു കേട്ടോ. ആ കാന്താരി മുളകും നാരങ്ങ അച്ചാറും നമ്മുടെ ചക്കക്കുരു ചോറും കൂടെ എല്ലാം കൂടെ കുഴച്ച് ഒരു അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു ഉരുള അങ്ങോട്ട് ഇട്ടാനുണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈവനിങ് സ്നാക്സ് ഒക്കെ കാണാം. അപ്പോൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഉഴുന്നും ചക്കക്കുരുവും കൂടെ ഒന്ന് അരച്ചിട്ട് എന്താ പറയുക, നമ്മൾ ഉഴുന്നുവടയ്ക്ക് എടുക്കുന്ന പോലെ നമ്മുടെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കറിവേപ്പില കുനുകുനാന്ന് അരിഞ്ഞത് എല്ലാം കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മുടെ വടയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ച് നമ്മുടെ ചക്കക്കുരു വേവിച്ചത് നമ്മൾ എന്താ ചോദിച്ചാൽ നമ്മളൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലോട്ട് ചക്കക്കുരുവൊക്കെ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ രാവിലത്തെ ദോശമാവിൻ്റെ ഒരു അല്പവും കൂടെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ദോശമാവായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതായിരുന്നു നമ്മുടെ വൈകിട്ടത്തേക്കുള്ള ഡിന്നറും സ്നാക്സും. എനിക്ക് സ്നാക്സിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് സമയം ഞാനൊന്ന് പുറത്ത് പോയതുകൊണ്ട് വിട്ടുപോയിട്ടുണ്ട്. എന്നാലും ഞാനത് ആ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. സൂപ്പറായിരുന്നു. അപ്പോൾ ഞാൻ ദേ നോക്കിക്കും നമ്മൾ ചീനച്ചട്ടിയിലെല്ലാം റെഡിയാക്കി നമ്മുടെ സ്നാക്സൊക്കെ ദേ പൊരിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ ഉറപ്പായും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാനൊന്ന് വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ എന്താണെന്ന് പറയുമോ, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മാവും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയും ചുട്ട് നല്ല രീതിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുവരാമേ. അപ്പം ഹലോ ഗായ്സ്, അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലപോലെ ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. വേർത്ത് കുളിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ വേർത്ത് ഒലിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. ഞാൻ ശരിക്കും 7 മണിക്ക് അത്യാവശ്യം എല്ലാ ആഹാരവും കഴിക്കുന്നതാണ്. സമയം എന്തായാലും ഇപ്പോൾ 8 ആയപ്പോൾ ഞാൻ പുറത്ത് പോയിട്ടൊക്കെ വന്നപ്പോൾ ലേറ്റ് ആയിപ്പോ കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നമ്മുടെ എന്താ പറയുക ചക്കക്കുരുവും പിന്നെ നമ്മുടെ ഉഴുന്നും കൂടെയുള്ള ചക്കക്കുരു ഉഴുന്നു വടയാണ് കേട്ടോ സംഭവം. ഇത് നമ്മുടെ സ്നാക്ക് ഐറ്റവും. പിന്നെ ഇതാ നമ്മുടെ ദോശ, അത് നിങ്ങൾ കാണിച്ചു തന്നാല ദോശയും അതായത് ചക്കക്കുരു ദോശയാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? ചക്കക്കുരു ദോശയാണ്. അപ്പം ചക്കക്കുരു നമ്മുടെ സാമ്പാറും ഒന്ന് കഴിച്ചോ. ആദ്യം നമ്മുടെ ഇതെടുത്ത് നമ്മുടെ ഇതൊന്ന് നോക്കാവേ. നമ്മുടെ ചക്കക്കുരു വട കേട്ടോ. സൂപ്പർ കേട്ടോ. ഇത് നിങ്ങൾക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. യൂട്യൂബിൽ എങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സംഭവമാണ്. പിന്നെ നമ്മുടെ ദോശ കേട്ടോ, ചക്കക്കുരു ദോശ, സാമ്പാറും സാമ്പാറിൻ്റെ കൂടെ ആകുമ്പോ കുശാലാണ്. അപ്പോ ഇന്നത്തെ എന്റെ 24 hours ചക്കക്കുരു ഉപയോഗിച്ചിട്ടുള്ള ചക്കക്കുരു ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പൊ തന്നെ നമ്മുടെ എന്താ പറയാ സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ ചെയ്തോ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ചലഞ്ചുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ. ഞാൻ അപ്പത്തേക്കും കഴിച്ചു തീരട്ടെ.